ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെയും ശിവന്റെയും ജീവിതത്തിൽ വല്ലാത്തൊരു വഴിത്തിരി തന്നെ സംഭവിക്കുകയാണ്. ശാലിനിയുമായി ശിവൻ ആ ലോഡ്ജിൽ തങ്ങിയ സമയത്ത് അവരെ പിന്തുടർന്നെത്തിയ ആ ചെറുപ്പക്കാർ ശാലിനിയെയും ശിവനെയും ആക്രമിക്കുക എന്നതും ദുരുദ്ദേശത്തോടെയുള്ള അവരുടെ സമീപനം മനസ്സിലാക്കിയ ശിവൻ അതിൽ ആദ്യം കോളിംഗ് ബെൽ അടിച്ചവനെ തന്നെ റൂമിലേക്ക് തള്ളിവിടുന്നു. എന്നിട്ട് വാതിലടച്ച് അവന് കണക്കിന് കൊടുക്കുകയാണ് ശിവൻ. ഇതെല്ലാം കണ്ട് ദൃക്സാക്ഷിയായി അങ്ങനെ നിൽക്കുകയായിരുന്നു ശാലിനി. അപ്പോഴാണ് ശിവന്റെ കയ്യിലെ ആ മോതിരത്തിൽ നിന്ന് കിട്ടുന്ന മൂക്കിന് നേരെ കിട്ടിയ ആ ഇടിയുടെ ആഘാതത്തിൽ അകത്ത് ഇടികൊണ്ട് നിൽക്കുന്ന ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ പുറത്ത് നിന്ന ആ ചെറുപ്പക്കാർ ബഹളം വെച്ചു. അവർ വാതിൽ വന്ന് മുട്ടിക്കൊണ്ട് വാതിൽ തുറക്കാനായി അവർ ബഹളം ഉണ്ടാക്കുമ്പോൾ അത് കേട്ട് അവിടുത്തെ ആ റിസപ്ഷനിസ്റ്റ് വേഗം അവിടെ കൂടിയെത്തി. എന്താ കാര്യം, എന്താ ഇവിടെ പ്രശ്നം എന്ന് വന്ന് അയാൾ അന്വേഷിച്ചപ്പോഴേക്കും ആ ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരുത്തിനെ ഇതിലുള്ള അയാള് അകത്തേക്ക് വിളിച്ച് അവനെ അകത്ത് പൂട്ടിയിട്ടിരിക്കുക, അവനെ ഈ മുറിയിൽ കുടുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോ അകത്ത് കിട്ടുന്ന ഇടിയുടെ ബഹളം ആ റിസപ്ഷനിസ്റ്റ് മനസ്സിലാക്കുന്നു. ഉടനെ അയാൾ പറഞ്ഞു, എന്തായാലും അകത്താണെങ്കിലും കണക്കിന് കിട്ടുന്നുണ്ടല്ലോ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് കണക്കിന് കിട്ടിക്കോളുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴേക്കും പെട്ടെന്ന് വാതിൽ തുറന്ന് ശിവൻ അവനെ പുറത്തേക്ക് തള്ളിവിട്ടു. എടാ, ഇനി ഒരുത്തിന് പരിചയപ്പെട്ടത് മതിയല്ലോ, ഇനി ബാക്കി പരിചയപ്പെടലൊക്കെ നമുക്ക് പുറത്തു നിന്നാക്കാമെന്ന് പറഞ്ഞ് ശിവൻ അവരെയും വിളിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. ശാലിനിയോട് വാതിലടച്ചോളാനായിട്ട് ശിവൻ പറഞ്ഞു. ഇത് തീർക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞ് ശാലിനിയോട് വാതിലടച്ചോളാനായിട്ട് ശിവൻ പറഞ്ഞിട്ട് വേഗം അവരെയും കൂട്ടി ശിവൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ശാലിനി വാതിലടച്ചപ്പോൾ ശിവൻ അവരുമായി പുറത്തേക്ക് വന്ന് അവരോട് ഏറ്റുമുട്ടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ലോഡ്ജിലുള്ള ജീവനക്കാരും അതിലെ മാനേജറുമൊക്കെ ആ കാഴ്ച കണ്ടങ്ങനെ നിൽക്കുമ്പോൾ ശിവന്റെ അടി കണ്ട് അവരതെല്ലാം കണ്ട് ആസ്വദിച്ചങ്ങനെ നിൽക്കുമ്പോൾ ബഹളം കേട്ട് ശാലിനിയും എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് വേഗം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ ഹാളിൽ നിന്ന് അവിടുത്തെ ജനൽ വഴി ആ കാഴ്ചകൾ കണ്ടു. ശിവനെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരെ എല്ലാവരെയും ഇടിച്ച് തരിപ്പണമാക്കി താഴെയിടുന്നു. ഒടുവിൽ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു ആ കൂട്ടത്തിലുള്ളവരെല്ലാവരും. അവസാനം ഒരുത്തനോട് വിളിച്ച് ഇടികൊണ്ട് അവശനായവൻ വിളിച്ചു പറഞ്ഞു, എടാ ഇവനെ കുത്തി മലർത്തടാ. അത് കേട്ടതും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ തന്റെ കയ്യിലെ ആ ചെറിയ പിച്ചാത്തി എടുത്തുകൊണ്ട് ശിവനെ കുത്തി വീഴ്ത്താനായിട്ട് ആ കത്തിയുമായി ശിവനെ നേരെ പാഞ്ഞെടുത്തിടും. ശിവൻ ആ കൈതെടുത്ത് കത്തി തട്ടി താടിയിടുകയും അവനിട്ട് കണക്കിന് കൊടുക്കുകയും ചെയ്തു. അവനും പേടിച്ചു വരച്ച് തന്റെ ബൈക്കും എടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഒടുവിൽ ആദ്യം വന്നവൻ തനിച്ചായപ്പോ ശിവൻ അവന്റെ നേരെ തിരിഞ്ഞു. എന്താടാ, ഇനി നിനക്ക് വേണോ എന്ന് ചോദിച്ചപ്പോ അവൻ ഒന്നുകൂടി ശിവന് നേരെ എതിർത്ത് നിൽക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഒടുവിൽ ശിവന്റെ ആ എതിർത്ത് നിൽപ്പിനെ ചെറുത്ത് നിൽക്കാൻ കഴിയാതെ ശിവന്റെ അടിയും കൊണ്ട് അവൻ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ്. ഇനി എന്നെ അടിക്കല്ലേ, ഞാൻ ചത്തുപോകുമെന്നും പറഞ്ഞുകൊണ്ട് അവന്മാരെ എല്ലാവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞു. ഉടനെ റെസ്റ്റോറൻറ്റിൽ ആ ലോഡ്ജിലുള്ളവരെല്ലാവരും സമാധാനത്തോടെ നോക്കി നിന്നപ്പോ ശാലിനിയോട് അകത്തേക്ക് പോയി കിടന്നോളാനായിട്ട് ശിവൻ അറിയിച്ചു. ശാലിനി വേഗം റൂമിലേക്ക് വന്ന് വാതിലടച്ചപ്പോ ശിവൻ അവിടെ പുറത്ത് തന്നെ എല്ലാത്തിനും കാവൽക്കാരനായി ആ പുറത്ത് അവിടുത്തെ ആ ചെറിയ മരച്ചുവട്ടിൽ തന്നെ ശിവൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് ശാരദാമ്മ ആ കാഴ്ച കാണുന്നത്. ശിവൻ അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞതും ആ രക്ഷപ്പെട്ട് ഓടിപ്പോയവന്മാർ വീണ്ടും അവിടേക്ക് എത്തുകയാണ്. എന്താടാ, നിനക്കൊന്നും കിട്ടിയത് പോരെ എന്ന് ശിവൻ ചോദിച്ചപ്പോഴേക്കും കിട്ടിയത് പോരടാ, ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്നതൊക്കെ അത് പോക്കറ്റിലിട്ടുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നവരല്ല ഞങ്ങൾ. അങ്ങനെ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ അതിന് ഇരട്ടിയായിട്ട് തിരിച്ചു തന്നിട്ടേ പോകുമെന്ന് പറഞ്ഞ് അവര് ശിവന് നേരെ പാഞ്ഞെടുത്തു. ഒടുവിൽ ശിവനെ പിടിച്ചു നിർത്തി അവർ ശിവന്റെ പള്ളയ്ക്ക് കത്തി കുത്തിയിറക്കി. ശിവൻ വേദനയോടെ അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിന്നെയൊക്കെ ഞാൻ എന്ന് പറഞ്ഞ് ശിവൻ വേദനയോടെ നിലത്ത് വീണ പിടയുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് ശാരദാമ്മ ഞെട്ടലോടെ ശിവ എന്ന് വിളിച്ച് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ബഹളം കേട്ടുകൊണ്ട് അവിടേക്ക് ശ്യാമയും ശാരികയും ഓടിയെത്തി. എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ കാര്യം അവതരിപ്പിക്കാൻ മടി കാണിച്ചു നിൽക്കുമ്പോൾ അവര് ചോദിച്ചു, അമ്മേ കാര്യം എന്താ, അമ്മ എന്തിനാ ഉറക്കത്തിൽ നിലവിളിച്ചത് എന്ന് ചോദിച്ചതും ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലെങ്കിൽ ഞങ്ങളോടൊന്നും പറയേണ്ട താല്പര്യം ഇല്ലല്ലോ അമ്മയ്ക്ക്, ഇപ്പൊ എല്ലാ കാര്യങ്ങളും രഹസ്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു, അതെ ഞാൻ എന്ത് പറയുന്നു ആരോട് സംസാരിക്കുന്നു ഒക്കെ നിങ്ങൾ അറിയേണ്ടതില്ല എന്ന് ചോദിച്ചപ്പോ ശാരിക പറഞ്ഞു, അല്ലമ്മേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്ന ആ പെങ്കൊച്ചേതാ, അവൾ ഏതാ, അവൾ ആരാ എന്നൊക്കെ ചോദിച്ചപ്പോ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമല്ല, ഞാൻ ആരോട് സംസാരിക്കുന്നു ആരെ കാണുന്നു എന്നതൊക്കെ നിങ്ങൾ അറിയണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് ശാരദാമ്മ വല്ലാതെ ഗൗരവത്തോടെ ഇരുന്നു. എൻ്റെ മക്കൾക്ക് ആപത്തൊന്നും വരുത്തരുത് എന്ന പ്രാർത്ഥനയോടെ ശാരദാമ്മ ഇരിക്കുമ്പോൾ പിറ്റേ അവിടെ രാഘവൻ നായരെയും സത്യാമ്മയുടെയും വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു അതിഥി വരാനുള്ള അതിഥി വന്നെത്തുകയാണ്. രാഘവൻ നായർ വാതിക്കലിരുന്ന്
പിള്ളച്ചേട്ടനോട് പറഞ്ഞു, അതെ പിള്ളേ ഇന്നാരോ അതിഥി വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോ, ഏയ് അതിഥിയൊന്നും ആര് വരാനാ, അതൊക്കെ വെറുതെ തോന്നുന്നതാ എന്നിങ്ങനെ പറഞ്ഞ് അവിടെ എന്തോ ഒരു ശകുനം കണ്ടതോടെ രാഘവൻ നായർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അത് കേട്ടതും പിള്ള പറഞ്ഞു, ഇന്നത്തെ കാലത്ത് അങ്ങനെ എന്തെങ്കിലും ശകുനമൊക്കെ നോക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചപ്പോ, എടോ താനേ മനസ്സിലാക്കാൻ ഒരു കാര്യം അങ്ങ് മനസ്സിൽ വെച്ചു. അതെ, പാമ്പ് മൂത്തതാണ് നല്ലത്. ഉം, പാമ്പാണേലും മൂത്തതാ നല്ലതെന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ല്, അതെ താൻ മനസ്സിലങ്ങ് വെച്ചോ എന്നിങ്ങനെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും ആകെ ടെൻഷനോടെ രാഘവൻ നായരുടെ വാക്ക് കേട്ട് പിള്ളച്ചേട്ടൻ പുറത്തേക്ക് നോക്കിയപ്പോ ഒരു ജീപ്പ് മുറ്റത്ത് വന്ന്, ഒരു കാറ് മുറ്റത്തേക്ക് വന്നു. ഇതാരാണെന്ന സംശയത്തിലായാലും നോക്കുമ്പോൾ രാഘവൻ നായരെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി വന്നു. ഒരു കാഷായ വസ്ത്രധാരി അകത്തേക്ക് കയറി വന്നതും ഇതാരാണെന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ രാഘവൻ നായരോട് ചോദിച്ചു, എന്താടോ നായരെ, എന്നെ മനസ്സിലായില്ലേ? ഞാനാടോ കൈമള്, രാജേന്ദ്ര കൈമള്. അത് കേട്ടതോടെ, ഓ താനോ, താനിവിടെ എങ്ങും ഇല്ലായിരുന്നല്ലോ, ബാംഗ്ലൂർ അല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. രാഘവൻ നായർ കുശലാന്വേഷണം നടത്തി. അതേടോ, ഞാൻ മക്കളോടൊപ്പം അവിടെയാണ്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഒരു മിന്നൽ വിസിറ്റ് ഇങ്ങോട്ട് വരും. അടുത്ത ദിവസം ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ട് ഫ്ലൈറ്റ് കയറും. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കൂട്ടത്തിലുള്ള ഇതുപോലെയുള്ള കുറച്ച് അലുക്കുലുത്തായിട്ടുള്ള മടിയന്മാരും അലസന്മാരുമായിട്ടുള്ള തല്ലിപ്പൊളി ടീമുകളെ കാണാമെന്ന് വിചാരിച്ചു വന്നതാ എന്ന് പറഞ്ഞപ്പോൾ, അതെല്ലാം കേട്ട് തല്ലുവിളികളെ കാണാൻ വന്നതാണെന്ന് അദ്ദേഹം പറയുന്നത് കേട്ട് രാഘവൻ നായർ ചിരിച്ചു. എടാ, വന്ന കാലം ഇങ്ങനെ നിൽക്കാതെ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ വാതുക്കലേക്ക് എത്തി. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, ഭാമ ഇതാരാന്ന് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ സത്യാമ്മ ഇങ്ങനെ അയാളെ ഒന്ന് നോക്കിയതും രാഘവൻ നായർ പറഞ്ഞു, എന്റെ ഭാമയെ നമ്മുടെ വിവാഹത്തിന് എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്ന ആള് മറന്നുപോയോ? കൈമള് അന്ന് നമ്മുടെ വിവാഹം നടത്താനായിട്ട് എല്ലാ കാര്യത്തിനും നമുക്കൊപ്പം ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചതും രാഘവൻ നായരോട് സത്യഭാമ പറഞ്ഞു, പിന്നെ എനിക്ക് മനസ്സിലായില്ലേ, രാജേന്ദ്ര കൈമള്. അതെ, വലിയ കൂട്ടുകാരനെ ഇവിടെ വന്നപ്പോ കുറെ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ ഇങ്ങനെ വാതുക്കൾ നിർത്തിയാണ് സംസാരിക്കുന്നത്. അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാ, നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതോടെ ഉടനെ രാഘവൻ നായര് സത്യഭാമയും രാഘവൻ നായര് പറഞ്ഞത് കേട്ട് രാഘവൻ നായർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് രണ്ടുപേരെയും. അങ്ങനെ ഇരുവരും കൂടി നേരെ അകത്തേക്ക് കയറി ചെല്ലുന്നു. ഈ സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാതെ എല്ലാവരും ആകെ അതിശയിച്ചങ്ങനെ നിൽക്കുമ്പോൾ രാഘവൻ നായരും കൈമളും കൂടി വിശേഷങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ രാഘവൻ നായരോട് കൈമള് പറഞ്ഞു, അതെ ഞാൻ ചെറിയ ആസ്ട്രോളജിയും വാസ്തു നോട്ടമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു, അതൊന്നും പ്രൊഫഷനല്ല, എന്നാലും ചില കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് പറയുമെന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീടിനെ കുറിച്ചൊന്ന് പറ. ഇത് ഒരു വട്ടം നഷ്ടമായിട്ടുണ്ട്, ഈ വീട് വിയോഗം സംഭവിച്ചിട്ടുണ്ട്, എന്താ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അല്ല, വിഷ്ണു എവിടെ, അവനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞ് സത്യാമ്മ സത്യം പറയാനായിട്ട് വല്ലാതെ ടെൻഷനോടെ സത്യം പുറത്ത് പറയാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ഇടയിൽ കയറി രാഘവൻ നായർ പറഞ്ഞു, വിഷ്ണു അവനിവിടെ ഉണ്ടല്ലോ, അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പലിശയ്ക്ക് പണം കൊടുപ്പും വാങ്ങിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞതും ഉടനെ സത്യഭാമയെ അത് സത്യം പറയാൻ കഴിയാതായതിന്റെ വിഷമത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ കൈമള് പറഞ്ഞു, എന്നാലേ വിവാഹം കഴിഞ്ഞതാണല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം അതെ എന്ന് ഉടനെ രാഘവൻ നായർ ഇടയിൽ കയറി പറഞ്ഞു, അവന്റെ ഭാര്യയാണ് ഇപ്പോ നമ്മുടെ ഇവിടുത്തെ ജില്ലാ കളക്ടർ ശാലിനി, 2 മക്കളും ഉണ്ട് എന്ന് പറഞ്ഞു. എല്ലാം കേട്ടതോടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ കൈമള് പറഞ്ഞു, എന്നാൽ ആ ബന്ധത്തിന് ഒരു ബലക്കുറവുണ്ട്, വിവാഹം അഗ്നിസാക്ഷിയായി നടത്തിയതല്ലേ എന്ന് ചോദിച്ചപ്പോ അതിനെക്കുറിച്ച് രാഘവൻ നായർക്കും സത്യാമ്മയ്ക്കും യാതൊരു നിശ്ചയമില്ലാതെ അതിനെക്കുറിച്ച് എന്ത് പറയാനെന്നറിയാതെ അവരങ്ങനെ ആശങ്കപ്പെട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയപ്പോഴേക്കും ഉടനെ രാജേന്ദ്ര കൈമള് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യേ, ഇത് ഒരു ബലക്കുറവുണ്ട്, അതുകൊണ്ട് വേറൊന്നുമല്ല, ഒരു വിയോഗം ഉണ്ടാകും, ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടോ അല്ല മറ്റെന്തെങ്കിലും കാരണത്താലോ വീട് വിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അത് മാറ്റാനായിട്ട് രണ്ടുപേരെയും തമ്മിൽ ഒരിക്കൽ കൂടി വീട്ടിൽ വെച്ച് നടത്തിയാലും മതി, രണ്ടുപേരെയും ഇവിടുത്തെ നിലവിളക്കിന് മുന്നിൽ നിർത്തി, പല പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിച്ച് അതിന് മുന്നിൽ നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മാല അണിയിക്കുക, അത്ര മതി എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ രാഘവൻ നായർ ആലോചിച്ചു, ഓ അത് ശരി, എന്തായാലും അവരുടെ വെഡിങ് ആനിവേഴ്സറി വരികയല്ലേ ഭാമേ, അപ്പോൾ നമുക്കതങ്ങ് ചെയ്യാം കയ്യോടെ, അപ്പൊ പിന്നെ ആ ദോഷം അങ്ങ് മാറിക്കൊള്ളുമല്ലോ എന്ന് പറഞ്ഞപ്പോ രാജേന്ദ്ര കൈമള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞതും രാഘവൻ നായർ അങ്ങനെ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചപ്പോ സത്യഭാമ ആകെ ആശങ്കയിലായി. വിഷ്ണുവാണെന്ന് കരുതി ശിവനെ കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനായി രാഘവേട്ടൻ തയ്യാറെടുക്കുമ്പോൾ തന്റെ മകനെ കുറിച്ച് ഓർത്ത് ഉള്ള ഒരച്ഛന്റെ ആദിയും സങ്കടവും അതോടൊപ്പം തന്നെ വിഷ്ണു എവിടെ പോയെന്നറിയാത്ത നിരാശയും സത്യാമ്മയുടെ മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തി. എന്ത് ചെയ്യുമെന്നും ശാലിനിയുടെ പ്രതികരണം എങ്ങനെയാവുമെന്നും എല്ലാം ഓർത്ത് ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുമ്പോഴാണ്
പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന ശാലിനി നേരം പുലർന്നതും കണ്ണു തുറന്ന ശാലിനി ശിവൻ എവിടെയാണെന്ന് അറിയാനായി പതിയെ കണ്ണു തുറന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ പുറത്ത് സെറ്റിയിൽ കിടന്നുറങ്ങുന്ന ശിവനെയാണ് കണ്ടത്. അതോടെ ശാലിനി വേഗം ശിവന്റെ അരികിലേക്ക് ചെന്നു. ശിവൻ നന്നായിട്ട് മയങ്ങുന്നുവെന്ന് കണ്ടതോടെ പതുക്കെ ശിവന്റെ അടുത്തെത്തി ശാലിനി ശിവനെ കുലുക്കി വിളിച്ചു. ശിവനെ അടുത്ത് നിന്ന് വിളിച്ചു ചോദിച്ചു, ശിവ എന്ന് വിളിച്ചതും പെട്ടെന്ന് ശിവൻ കണ്ണു തുറന്നു. ഉടനെ ശാലിനി ചോദിച്ചു, ശാലിനിയെ നോക്കി ശിവൻ ചോദിച്ചു, നേരം വെളുത്തു അല്ലേ? അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതെ, നമുക്ക് ഉടനെ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ, അതിനെന്താ, ഇറങ്ങാവല്ലോ, ഞാനക്കാര്യം വിട്ടുപോയി എന്ന് പറഞ്ഞ് ശിവൻ വേഗം ചാടി എണീറ്റു. അപ്പോഴേക്കും അവിടുത്തെ ഒരു സ്റ്റാഫ് ചായയുമായിട്ട് അങ്ങോട്ടെത്തി. ദാ സാറേ, ബെഡ് കോഫി എന്ന് പറഞ്ഞപ്പോൾ, അല്ല, ഇതൊക്കെ ഇവിടെ ഉള്ളതാണോ, സ്ഥിരമായി എല്ലാവർക്കും കൊടുക്കുന്നതാണോ എന്ന് ചോദിച്ചപ്പം, ഇല്ല സാറേ, ഇത് സാറിന് സ്പെഷ്യലാ. അത് ഇന്നലത്തെ ആ ഒരു കാഴ്ച, ആ ഒരു സ്റ്റണ്ട് സീൻ കാണിച്ചതിന് അതിനാ സാർ. ഇന്നലത്തെ ആ ഒരു പ്രകടനം ഉണ്ടായിരുന്നല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ സാറേ, സാർ പുലിയാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്നും ബെഡ് കോഫി കിട്ടുമെങ്കിൽ ഒരു കാപ്പി ഉണ്ടാക്കുന്ന ഒരാൾ എൻ്റെ പിന്നാലെ തന്നെ നടക്കേണ്ടി വരും. കാരണം എന്നും നാട്ടിൽ എനിക്ക് ഇത് തന്നെയല്ലേ ജോലി എന്ന് പറഞ്ഞ് ശിവൻ ആ ചായയും പിടിച്ചുകൊണ്ട് നേരെ അവിടുന്ന് പോകുമ്പോൾ ശാലിനി നോക്കിയിട്ട് അയാൾ പറഞ്ഞു, എന്തായാലും സാറിന്റെ ധൈര്യവും സാറിന്റെ ആ അടിയും പറയാതിരിക്കാൻ വയ്യ, അപാരം തന്നെയാ കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അത് കേട്ടതും ശാലിനി ചിരിച്ചുകൊണ്ട് വേഗം റൂമിലേക്ക് കയറി ഫ്രഷ് ആകാനായിട്ട് പോന്നു. പിന്നീട് രണ്ടുപേരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി ലോഡ്ജുകാരോട് പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു യാത്ര പുറപ്പെടേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞ് ജീപ്പിൽ കയറി അവരോടൊന്ന് പുറപ്പെട്ടു. അപ്പോഴേക്കും ശാരദാമ്മയുടെ മനസ്സിലാകെ അവരെക്കുറിച്ചുള്ള ആശങ്കയുണ്ടായിരുന്നു. ഈ സമയത്ത് അവിടുന്ന് പുറപ്പെടാൻ തുടങ്ങിയപ്പോഴേക്കും ആ ലോഡ്ജിലെ സ്റ്റാഫായിരുന്ന ചായ കൊണ്ടുവന്ന ആള് പറഞ്ഞു, അതെ സാറേ, സാർ സൂക്ഷിക്കണം കേട്ടോ, ഇന്നലെ വന്നവന്മാരുണ്ടല്ലോ, അവന്മാർ അങ്ങനെ അങ്ങ് പോകുന്നു തോന്നുന്നില്ല, അവന്മാര് വളരെ വൈരാഗ്യ ബുദ്ധി ഉള്ളവരാണ്, അതുകൊണ്ട് വഴിയിലൊക്കെ കൃത്യമായ ശ്രദ്ധയോടെ വേണം സാറ് മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞപ്പോൾ, അവന്മാർ വരട്ടെ, ഞാൻ അവന്മാരെ നേരിട്ടോളാം എന്ന് പറഞ്ഞ് ശാലിനിയും കൂട്ടി അവിടെ നിന്ന് ശിവൻ പുറപ്പെട്ടു. കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴേക്കും വഴിയിൽ കിടങ്ങുകളൊക്കെ ഇട്ട് വഴി ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന കാഴ്ച കണ്ടു. ഇത് ആരോ മനഃപൂർവ്വം ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നി ശിവനെടുത്ത് മാറ്റാൻ ചെന്നപ്പോഴേക്കും ആ ഗുണ്ടകൾ, ആ ചെറുപ്പക്കാർ ശിവനെ വട്ടത്തിൽ വളഞ്ഞു. അവർ 4 പേരും ചേർന്ന് ശിവനെ വളഞ്ഞിട്ട് പിടികൂടാനുള്ള ശ്രമം നടത്തി. അപ്പോഴേക്കും ശിവൻ അവരോട് തടുത്തു നിന്നെങ്കിലും ഒടുവിൽ ശിവനെ ബലമായി അവർ പിടികൂടി. ആ പിടുത്തത്തിൽ നിന്ന് ശിവനെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയാതായപ്പോൾ, ശിവന് അവരെ തടുത്തു നിൽക്കാനാകാതായപ്പോൾ ഒടുവിൽ ശിവന്റെ കൈയും കാലുകളും ബന്ധിച്ച് അവര് ശിവനെ കൊല്ലാനായിട്ടുള്ള വടിവാളുമായിട്ട് ശിവന് നേരെ പാഞ്ഞെടുക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടുവന്ന ശാലിനി വേഗം അവർക്കിടയിലേക്ക് പാഞ്ഞെടുത്തു. ശിവനെ കൊല്ലാനുള്ള അവരുടെ ശ്രമത്തെ തടുത്തുകൊണ്ട് ശാലിനി തന്നെ അവരോട് ഏറ്റുമുട്ടി. അവരെ എല്ലാവരെയും അടിച്ചും തൊഴിച്ചും ഇടിച്ചുമൊക്കെ ശാലിനി തന്നെ അവർക്കെതിരെ നല്ല രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് തന്നെ നടത്തിയതോടെ ഒടുവിൽ അവർ അടികൊണ്ട് അവശരായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവർ പോയി കഴിയുമ്പോഴേക്കും ശിവൻ അത്രയും നേരം അവരുമായി ഏറ്റുമുട്ടിയതിൻ്റെയും പെട്ടെന്നുണ്ടായ ഒരു ആഹ്ലാദത്തിൽ നെഞ്ചിന് വേദനയെടുത്ത് ശിവനാകെ തളർന്ന് നിലത്തേക്ക് വീണു. ശിവൻ കുഴഞ്ഞു വീണത് കണ്ടതോടെ ശാലിനി വേഗം തന്നെ ശിവനെ വിളിച്ചുണർത്താനായിട്ട് അല്പമെങ്കിലും വെള്ളം എടുക്കാൻ ബോട്ടിലെടുത്തതും അതിൽ തുള്ളി വെള്ളമില്ലാതെന്ന് കണ്ടു. ഉടനെ തന്നെ അവിടെ തൊട്ടടുത്തുള്ള പുഴയോരത്ത് നിന്ന് ഒരു കുപ്പി വെള്ളം എടുക്കാനായി ശാലിനി ഓടുന്നു. ആ പുഴയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശാലിനിയും കാല് വഴുതി. ശാലിനി വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അക്കരെ ഒരു കൂട്ടം ആന വെള്ളം കുടിക്കാനായി ഇറങ്ങി വന്ന കാഴ്ച കണ്ടത്. ആനകളെ കണ്ടതോടെ ഭയന്നോടാൻ ശ്രമിച്ച ശാലിനിയും കാല് വഴുതി നിലത്ത് വീണ് ബോധം കെട്ട് വീഴുന്നു. അങ്ങനെ ശിവനും ശാലിനിയും 2 വഴിയിലായി ബോധം കെട്ട് നിലത്ത് വീണ് കിടക്കുന്നു.